അള്ളാഹുവിൻ്റെ അടിമയെപ്പോലെ കാണിക്കുക എളുപ്പമാണ്. എന്നാൽ അള്ളാഹുവിൻ്റെ അടിമയായി തീരുക എന്നത് വളരെ അസ്വാഭാവികമായ പ്രയാസമായ ഒരു കാര്യമാണ്. അള്ളാഹുവിൻ്റെ അടിമയെപ്പോലെ കാണിക്കുക എന്നത് ആർക്കും കഴിയാവുന്ന കാര്യമാണ്. അവനതിന് ദുന്യവിയായ അഗ്റാദുകൾ, ലാഭങ്ങൾ, മനാഫിഅകൾ എല്ലാം അവനുണ്ടാവും. അള്ളാഹുവിൻ്റെ അടിമയായി കാണിച്ചു കഴിഞ്ഞാൽ ജനങ്ങളിൽ അംഗീകാരമുണ്ടാവും. അവനൊരു ദിവ്യനായി, ഒരു പ്രധാനിയായി കണക്കാക്കപ്പെടും. അവനൊരു ഫക്കീറാണെങ്കിൽ അവന് കൂടുതൽ സക്കാത്ത് കിട്ടും. അവനൊരു പണ്ഡിതനാണെങ്കിൽ അവന് കൂടുതൽ അംഗീകാരം കിട്ടും. അവരൊരു ഭരണാധികാരിയാണെങ്കിൽ ജനങ്ങൾ അവരുടെ വൽപ്പത്തരം അങ്ങനെ പറഞ്ഞു നടക്കും. നിസ്കാരത്താകുമ്പോഴുള്ള MLA-മാരെ കുറിച്ച് പണ്ട് ചില ആളുകൾ മഹത്വം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതേസമയം സാധുക്കളായ ജനങ്ങൾ അവരുടെ അടുത്തേക്ക് നടന്ന് ചെരുപ്പ് തേഞ്ഞിട്ട് കാര്യങ്ങൾ നടന്നില്ല എന്ന് വേറെ ചില ആളുകൾ പറയുന്നതും ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാലും ഈ ആളുകളെപ്പറ്റി മോശം പറയാൻ ജനങ്ങൾ സമ്മതിക്കില്ല. കാരണം അവർ വലിയ ആബിദീങ്ങളാണ്. ഇപ്പം ആബിദായി അറിയപ്പെടുന്നത് കൊണ്ട് അവൻ്റെ MLA സ്ഥാനം നിലനിൽക്കാൻ സാധ്യതയുണ്ട്. അവൻ്റെ നേട്ടങ്ങൾ പലതും എന്ന് പറഞ്ഞാൽ പലതും. പക്ഷെ അള്ളാഹുവിൻ്റെ അടിമയായി തീരുക എന്നത് ഏറ്റവും അസ്വാഭായ പ്രയാസകരമായ ഒരു കാര്യമാണ്. ഇബാദത്ത് പോലെ കാണിക്കലും അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യലും രണ്ടാണ്. മയഫഅലു അലാ മൻ യഫഅലു അലാ ഇബാദത്ത് അലാ ശക്ലി ഇബാദത്തില്ലാ വമൻ യഅ്ബുദു അലാ വമൻ യഅ്ബുദുൽ അസ്നാം ഫറുബ്ബമാ യകൂനു അലാ ഹദ്ദിൻ വാഹിദിൻ അലാ ഹദ്ദിൻ സവാഇൻ എന്ന് എന്നോട് എൻ്റെ ഷെയ്ഖ് അലിയുൽ ഖവാസ് പറഞ്ഞു എന്ന് ഇമാം ഷഅറാനി ഒരിടത്ത് പറയുന്നുണ്ട്. അതായത് ഇങ്ങോട്ട് നോക്ക് കേറിയിരിക്കും. ദുന്യവിയായ നേട്ടത്തിന് വേണ്ടി, ഫാസിദായ നേട്ടത്തിന് വേണ്ടി, അങ്ങനത്തെ ഒരു നേട്ടത്തിന് ചെയ്യാൻ പാടില്ല. ഒരു ഫാസിദായ ലക്ഷ്യത്തിന് വേണ്ടി, ഒരു ദീന് ഗുണകരമായി കൂട്ടുനിൽക്കാത്ത ഒരു ലക്ഷ്യത്തിന് വേണ്ടി ഒരുത്തൻ ഇബാദത്ത് ചെയ്യുന്നതും ബിംബങ്ങളെ ഇബാദത്ത് ചെയ്യുന്നതും ഒരുപോലെയാണ് എന്ന് എൻ്റെ ഷെയ്ഖ് അലിയുൽ ഖവാസ് എന്നോട് പറഞ്ഞു എന്നാണ് ഇമാം ഷഅറാനി പറയുന്നത്. ദീൻ കൂട്ടു നിൽക്കാത്ത ഒരു ലക്ഷ്യത്തിന് വേണ്ടി അള്ളാഹ്ക്ക് ഇബാദത്ത് ചെയ്യുന്നതും ബിംബങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്നതും അലാ ഹദ്ദിൻ സവായിൻ ഒരുപോലെ തന്നെയാണ്. എന്തുകൊണ്ട്? ഒന്ന് ഹിസ്സിയായ ഫസാദും ഒന്ന് മാനവിയായ ഫസാദുമാണ്. എന്താ അതിൽ വ്യത്യാസം? ഒന്ന് അതിൻ്റെ പ്രത്യക്ഷത്തിൽ ഫസാദാണ്, ഒന്ന് അതിൻ്റെ പരോക്ഷതയിൽ ഫസാദാണ്. മനസ്സിലായില്ല? വളരെ ചിന്തിക്കുക. ഒരാൾ തനിക്ക് നീതി നിർവഹണം നടത്താൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്ത ഒരു അധികാരസ്ഥാനത്തിന് വേണ്ടി ജനങ്ങളെ മുന്നിൽ ഇബാദത്ത് ചെയ്യുക. ആ മഹല്ലിൽ, ആ നാട്ടിൽ മരിച്ച എല്ലാ ആളുകളുടെയും മയ്യിത്ത് സംസ്കരണത്തിനും നിസ്കാരത്തിനും അവൻ കൂടുക, മുന്നിൽ നിൽക്കുക, ആശുപത്രി കൊണ്ടുപോകുക, ഇല്ലെങ്കിൽ തുടങ്ങിയ കാര്യങ്ങളിൽ മയ്യത്തിൻ്റെ കൂടുണ്ട്, മയ്യത്ത് കട്ടിൽ ചുമക്കാനുണ്ട്, എല്ലാത്തിനും അവനുണ്ട്. മയ്യത്ത് നിസ്കാരത്തിനുണ്ട്, മയ്യത്ത് കട്ടിൽ ചുമക്കാനുണ്ട്, മയ്യത്തിന് വെടിവെത്ത് ആളുകൾ നടത്താൻ റോഡ് സൈഡിൽ ഒതുക്കി നിർത്താനുണ്ട്, എല്ലാം ഉണ്ട്. എന്താണ് ലക്ഷ്യം? ആ വാർഡ് മെമ്പർ സ്ഥാനത്തേക്ക് അടുത്ത കൊല്ലം മത്സരിക്കണം. എന്നിട്ട് നീതി നിർവഹണം നടത്താൻ കഴിയുമെന്ന് അവന് ഉറപ്പുണ്ടോ? അതാർക്കാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഉറപ്പുള്ളത്? അപ്പോൾ ഫാസിദായ ലക്ഷ്യത്തിന് വേണ്ടി ഒരു മനുഷ്യൻ അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്ന ഒരു കാര്യം ചെയ്യുന്നതും അതേ സമയത്ത്
ബിംബങ്ങൾക്ക് ഇബാദത്ത് ചെയ്യുന്നതും തമ്മിൽ വ്യത്യാസമില്ലെന്ന് എൻ്റെ ഷെയ്ഖ് അലിയുൽ ഖവാസ് എന്നെ പഠിപ്പിച്ചു എന്ന് ഇമാം ഷഅറാനി പറയുകയാണ് റളിയല്ലാഹു അൻഹു. ഇതിവിടെ പറയാനുള്ള കാരണം എന്താ? ജനങ്ങളുടെ കണ്ണിൽ ചിലപ്പോൾ നല്ലതെന്ന് വരുത്തി തീർക്കുന്നതും അത് നല്ലതായിത്തീരുന്നതും രണ്ടാണ്. നിസ്കാരം പോലെ ഖുർആൻ പ്രശംസിച്ച ഒരു ഇബാദത്തുമില്ല, നിസ്കാരം പോലെ ഖുർആൻ വിമർശിച്ച ഒരു ഇബാദത്തും ഇല്ല. ഒന്ന് അതിൻ്റെ മാനവിയായ ഖൈറിയായ തലമാണ്, ഒന്ന് അതിൻ്റെ ഹിസ്സിയായ ഭംഗി മാത്രമാണ്. നിങ്ങളിൻ്റെ കൂടെ ഇല്ലേ? മനസ്സിലാവുണ്ട് പറഞ്ഞത്? അല്ലാഹ് അല്ലാഹ് അല്ലാഹു കേറിയിരിക്കും. അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു അല്ലാഹ് അല്ലാഹ് അല്ലാഹു. ഒരു ഇബാദത്തായി തീരുക വേണമെങ്കിൽ അത് വേറെ പ്രയാസമുള്ള ഒരു കാര്യമാണ്. അള്ളാഹുവിനെ യഥാർത്ഥത്തിൽ അവൻ ആരാധിച്ചവനാണ് എന്ന് ആയിത്തീരാൻ വലിയ പണിയാണ്. ആരാധിക്കും പോലെ ചെയ്യാൻ പ്രയാസമൊന്നുമില്ല. യഥാർത്ഥത്തിൽ ആരാധിക്കണം. അവൻ അള്ളാഹിന്റെ ആബിദാവണം. എന്നാൽ അവൻ മഅസൂമാണ്. അവൻ പേടിയില്ല. അവൻ്റെ കാര്യം അള്ളാഹു നോക്കിക്കോളും. ഇന്ന ഇബാദി എന്തായാലും എന്തിൻ്റെ അർത്ഥം ഇപ്പം പറയുന്നത്? ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ. എനിക്ക് ആരാധിക്കുന്ന ആളുകൾ, അവരുടെ മേൽ പിശാചിന് ഒരധികാരവും ഉണ്ടാവുകയില്ല. എന്നിട്ട് നമ്മുടെ മേലൊക്കെ പിശാചിന് അധികാരം ഉണ്ട് താനും. ഇവിടെയാണ് പ്രശ്നം. നിങ്ങളിൻ്റെ കൂടെ എന്താ? ഇബാദത്ത് എന്ന വാക്കിൽ നിന്നാണ് അബ്ദ് ഉണ്ടായത്. അതിൻ്റെ ബഹുവചനമാണ് ഇബാദ്. ഇബാദത്ത് ആരാധന ചെയ്യൽ, അബ്ദ് ആരാധന ചെയ്യുന്നവൻ, ഇബാദ് ആരാധന ചെയ്യുന്നവർ. ഇന്ന ഇബാദി അത് നമുക്ക് എനിക്ക് ആരാധന ചെയ്യുന്നവർ ലൈസ ലക അലൈഹിം സുൽത്താൻ, അവരുടെ മേൽ നിനക്ക് യാതൊരു അധികാരവും ഉണ്ടാവുകയില്ല. നമ്മളൊക്കെ ഇബാദത്ത് ചെയ്യുന്നില്ലേ? ഇല്ലേ? ഉണ്ട്. എന്നാൽ നമുക്ക് ഈ ദുനിയാവിൽ ആർക്കും നമ്മൾ മേൽ അധികാരമല്ല. ആർക്കല്ലാതെ ഈ ലോകത്ത് ഒരാൾക്കും നമ്മൾ മേലധികാരമില്ല. ആർക്കല്ലാതെ? പിശാചിനല്ലാതെ. പിശാചിന് മാത്രമേ നമ്മൾ മേലധികാരമുള്ളൂ. എന്തേ എവിടെ വിചാരിച്ച്? ഇന്ന ഇബാദി ഓത് ഇസ്രാ അധ്യായം 65-ാമത്തെ ആയത്ത്. ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വകഫാ ബിറബ്ബിക വകീലാ. എനിക്ക് ആരാധന ചെയ്യുന്നവരുടെ മേൽ നിനക്കൊരധികാരവും ഉണ്ടാവുകയില്ല. അവരെൻ്റെ ഇഷ്ടദാസന്മാരാണ്. എനിക്ക് ദാസ്യവേല ചെയ്യുക, അതാണല്ലോ ഇബാദത്ത്. ഇബാദത്ത് ദാസ്യവേല. അബ്ദ് ദാസ്യവേല ചെയ്യുന്നവൻ ദാസൻ. ഇന്ന ഇബാദി എനിക്ക് യഥാർത്ഥത്തിൽ ദാസ്യവേല ചെയ്യുന്ന ദാസന്മാർ. ലൈസ ലക പിശാചെ നിനക്കില്ല അലൈഹിം അവരുടെ മേൽ സുൽത്താൻ ഒരധികാരവും. വളരെ ചിന്തിക്ക്. നമുക്ക് പണി തന്നെ എന്താണ്? നമ്മൾ പണി തന്നെ എന്താ? രാവും പകലും എന്താണ് നമ്മൾ പണി? രാവും പകലും നമ്മളെ പണി എന്താ? നല്ല കാര്യമല്ലേ? നല്ല കാര്യമാണെങ്കിൽ നല്ല കാര്യമാണ്.
എനിക്ക് ഇബാദത്ത് ചെയ്യുന്നവരെ മേൽ നിനക്ക് യാതൊരു അധികാരവും ഇല്ല. നമ്മൾ സദാ നേരം നമ്മൾ ഇബാദത്തിൻ്റെ ശബ്ദമാണ്. പെട്രോൾ ഒഴിക്കേണ്ടടുത്ത് മണ്ണെണ്ണ ഒഴിച്ചാലുണ്ടല്ലോ, ഈ മെഷീനൊക്കെ ഉണ്ട്, ഒരു ഒച്ചുണ്ടാക്കി ഈ ജാതി ഒച്ചയാണ് സദാ നേരം നമ്മളിൽ നിന്ന് പുറത്തു വരുന്നത്. ചെല്ലിയെന്നെ നല്ലതല്ലേ, നല്ലതാണ്, ചെല്ലി നിർത്തൊന്നും വേണ്ട. പക്ഷേ എനിക്ക് വിവാദത്താണല്ലോ ആണെങ്കിൽ എനിക്ക് യഥാർത്ഥത്തിൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾക്ക് ആളുകളെ മേൽ ലൈസലക്കാലിഹിം സുൽത്താൻ, അവരെ മേൽ നിനക്ക് യാതൊരു അധികാരവും ഇല്ല തന്നെ. വഖഫാ ബിറബ്ബിക വക്കീല, അവർക്ക് ഞാൻ മതിയോ? ഇവിടെയുണ്ട്, വണ്ടി വിടും. പറഞ്ഞ മനസ്സിലായോ? ഇന്ന ഇബാദി ലൈസ ലക അലൈഹിം സുൽത്താൻ വഖഫാ ബിറബ്ബിക വക്കീല. ഇവർ ആര് എന്നതിനെ കുറിച്ച് അല്ലാമ റാസി തങ്ങൾ എന്ത് പറയുന്നു എന്ന് നോക്കാം. والمعنى أن الشيطان وإن كان قادرا فالله تعالى أقدر منه وأرحم بعباده من الكل، فهو تعالى يدفع عنه كيد الشيطان ويعصمه من إضلاله وإغوائه. ഈ ആയത്തിന് അല്ലാമ റാസി തങ്ങൾ തഫ്സീറുൽ കബീറിൽ പറയുന്ന വ്യാഖ്യാനമാണ് ഈ വായിച്ചത്. മനസ്സിലായില്ലേ? പറഞ്ഞ ചിന്തിക്കും. അന്ന ഷൈത്വാൻ, പിശാച്, വഇൻകാന ഖാദിറൻ, അവൻ നമ്മെ പിഴപ്പിക്കാൻ കഴിവുള്ളവനാണെങ്കിലും ഫല്ലാഹു തആല, അല്ലാഹു തആല അഖ്ദറു മിൻഹു, അവനേക്കാൾ കഴിവുള്ളവനാണ്. വ അർഹമു ബിഇബാദിഹി, അവൻ്റെ ദാസന്മാരോട് ഏറെ കരുണയുള്ളവനുമാണ്. മനസ്സിലായില്ലേ? മിനൽ കുല്ലി, ആരെക്കാളും. ഫഹുവ തആല, അല്ലാഹു തആല യദ്ഫഉ, അവൻ തടയും, കൈദ ശൈത്താൻ, പിശാചിന്റെ ചതിയെ. വയഅസിമുഹു, ഈ വ്യക്തിയെ സംരക്ഷിക്കുകയും ചെയ്യും. മിൻ ഇദ്ലാലിഹി വഇഗ്വാഇഹി, അവനെ വഴികേടിലും പിഴപ്പിക്കുകയും ചെയ്യുന്നതിനെ തൊട്ട്, വഴികേടിലാക്കുകയും പിഴപ്പിക്കുകയും ചെയ്യുന്നതിനെ തൊട്ട് വയദ്ഫഉല്ലാഹ്, അല്ലാഹു തആല പ്രതിരോധിക്കും. ആരാ പ്രതിരോധിക്കുന്നത്? ആരാണ് പ്രതിരോധിക്കുന്നത്? അടിമയെ, പിശാചിനെ തൊട്ട് ആരാ പ്രതിരോധിക്കുന്നത്? അല്ലാഹ്. അവനാരാ? വഹുവ അഖ്ദറു മിനൽ കുല്ലി, ആരെക്കാളും അതിശക്തനാണ്. ആര്? അല്ലാഹു. അവനാ പ്രതിരോധിക്കുന്നത്. മനസ്സിലായില്ലേ? ചിന്തിക്ക്. ഇവിടുത്തെ ഏതോ ഒരു ലോക്കൽ കമ്മ്യൂണിസ്റ്റുകാരൻ എന്നെ ഉപദ്രവം തീരുമാനിച്ചപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞു, പേടിക്കണ്ട, ഞാൻ നോക്കിക്കോളാം, ഞങ്ങൾക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ? പറഞ്ഞ ചിന്തിക്ക്. ഏറ്റവും വലിയ പവറുള്ള ആൾ പറഞ്ഞു, പേടിക്കണ്ട, ഈ എൻ്റെ പണിയെടുത്തു, അത് ഞാൻ നോക്കിക്കോളാം. പിശാച് അവൻ കഴിവുള്ളവനാണെങ്കിലും, ഈ കഴിവ് ആര് കൊടുത്തു? അല്ലാഹു കൊടുത്തു. അല്ലാഹു നീതിമാനാണ്, ആർക്കും കൊടുക്കും. എന്നാലും അല്ലാഹു തആല അഖ്ദറു മിൻഹു, ഇവനേക്കാൾ കഴിവുള്ളവനാണല്ലോ. വ അർഹമു, ഇവനെ ബിഇബാദിഹി, മനസ്സിലായില്ലേ? തൻ്റെ അടിമയോട് ഏറ്റവും കരുണയുള്ളവനുമാണ്. മിനൽ കുലി, ആരെക്കാളും കഴിവുള്ളവനുമാണ്, ആരെക്കാളും കഴിവുള്ളവനുമാണ്, ആരെക്കാളും കരുണയുള്ളവനുമാണ്. ആര്? അല്ലാഹ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല യദ്ഫഉ, അവൻ തടയും. എന്തിനെ തൊട്ട്? അൻ കൈദി ശൈത്താൻ, പിശാചിന്റെ ചതിയെ തൊട്ട്. മിൻ ഇദ്ലാലിഹി വ ഇഗ്വാഇഹി, ഇവനെ പിഴപ്പിക്കുകയും വഴികേടിലാക്കുകയും ചെയ്യുന്നതിനെ തൊട്ട് ആര് തടയും? അല്ലാഹു തടയും. അവൻ ആരാ? അഖ്ദറു മിനൽ കുല്ലി, ആരെക്കാളും കഴിവുള്ളവൻ. അവനാ തടയണ്. എന്തിനു പേടിക്കണ്?
പിശാചിന്റെ ചതിയോ? പിശാചിന്റെ ചതിയോ? മനസ്സിലായില്ല? പിശാചിന്റെ ചതി എന്ന് പറഞ്ഞാൽ കാന ലഈഫ, അത് വളരെ ദുർബലമാണ്. ഇന്ന കൈദ ശൈത്വാനി കാന ലഈഫ. എവിടെയാണ്? ഇന്ന കൈദ ശൈത്വാനി കാന ലഈഫ. എവിടെയാണ്? പറ ധൈര്യത്തിൽ പറ. എങ്ങനെയാണ് ആയത്ത്? ഇന്ന കൈദ ശൈത്വാനി കാന ലഈഫ. പിശാചിന്റെ ചതി വളരെ ദുർബലമാണ്. ഈ ദുർബലമായ ചതി തടഞ്ഞു തരാന്ന് ഏറ്റ ആളാരാ? അല്ലാഹു. അവൻ ഏറ്റവും ശക്തനുമാണ്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. വിഷയത്തിനെ കമ്പയർ ചെയ്യും. എങ്ങനെയാണ് ആയത്ത് പൂർത്തിയായി ഓതാൻ കഴിയുമോ? ആരെങ്കിലും ഒരാൾ പൂർത്തിയായി ഓതി മുസാഫെടുത്തോ? ഒരു മുസാഫിനോട് എടുത്തു ആയത്ത് നോക്ക്. ഇന്ന കൈദ ശൈത്വാനി കാന ലഈഫ. പിശാചിന്റെ ചതി ഏറെ ദുർബലമാണ്. ശക്തമായ ചതി ചതിക്കാൻ ആർക്ക് കഴിയില്ല. അവന് കഴിച്ചു ദുർബലാണ്. ഇന്ന കൈദ ശൈത്വാനി കാന ലഈഫ. മനസ്സിലാവുണ്ട് പറഞ്ഞത്? എന്നിട്ട് തടഞ്ഞു തരുന്നത് ആരാ? അഖ്ദർ മിനൽ കുല്ലി, ആരെക്കാളും കഴിവുള്ളവൻ. വാർഹമു, ആരെക്കാളും കരുണയുള്ളവൻ. അവൻ തടഞ്ഞു തരാണ്. എന്തേ തടഞ്ഞു തരേണ്ടേ ഉള്ളൂ? പിശാചിന്റെ ചതി അതാകട്ടെ എന്തുവാണ്? ദുർബലമാണ്. ഹസ്ബി റബ്ബി ജല്ലല്ലാഹ്. എവിടെ? ഇന്ന കൈദ ശൈത്വാൻ. അല്ലാഹ് അല്ലാഹ് അല്ലാഹു. الذين آمنوا يقاتلون في سبيل الله والذين كفروا يقاتلون في سبيل الطاغوت فقاتلوا أولياء الشيطان إن كيد الشيطان كان ضعيفا حسبي ربي جل الله. അല്ലദീന ആമനു യുഖാതിലൂന ഫീ സബീലില്ലാഹ്. സത്യവിശ്വാസികൾ പിശാചിൻ്റെ വഴിയോട് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമരം ചെയ്തുകൊണ്ടേയിരിക്കും. ആര്? മുഅ്മിനീങ്ങൾ. വല്ലദീന കഫറു, സത്യനിഷേധികൾ യുഖാതിലൂന ഫീ സബീൽ ത്വാഗൂത്തി, വഴികെട്ട ആളുകളുടെ, ദുഷ്ടന്മാരുടെ, ഇമ്പീരിയലിസ്റ്റുകളുടെ, ലോകത്തെ തകർത്തെറിഞ്ഞ പൈശാചിക ആരാധകരുടെ, പൈശാചിക സന്തതികളുടെ, പൈശാചിക ഇമ്പീരിയലിസം മനുഷ്യരാശിയെ ചൂഷണം ചെയ്ത ജനവിഭാഗത്തിനെതിരെ സത്യവിശ്വാസികൾ സമരം ചെയ്തുകൊണ്ടേയിരിക്കും. സത്യനിഷേധികളാകട്ടെ പൈശാചിക മാർഗത്തിലെ സമരം ചെയ്യൂ. അതുകൊണ്ട് ഫഖാതിലു ഔലിയാ അശ്ശൈത്താൻ, പിശാചിൻ്റെ പണിയാളുകളോട് നിങ്ങൾ സമരം ചെയ്തുകൊണ്ടേയിരിക്കണം. പിശാചിൻ്റെ ആളുകളോട് നിങ്ങൾ സമരം ചെയ്തുകൊണ്ടേയിരിക്കണം. എന്തുകൊണ്ട്? അവരെ വെറുതെ വിട്ടാൽ അവർ ലോകത്തെ സാധുക്കളായ കോടാനക്കോടി ജനങ്ങളെ, മനുഷ്യരെ വഴികേടിലാക്കും. നൈരന്തര്യമായ സമരത്തിലേർപ്പെടണം. പിശാചിൻ്റെ ആളുകളോട് സമരം ചെയ്യുമ്പോൾ നിങ്ങൾ പേടിക്കേണ്ട. ഇന്ന കൈദ ശൈത്വാനി കാന ലഈഫ. പിശാചിൻ്റെ ചതികൾ ഏറെ